വൈകുന്നേരം 4 മണിയോടെയായിരുന്നു കോൺഫറൻസിൽ പങ്കെടുത്ത് ഷോൺ വീട്ടിലെത്തിയത്. കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൻ നേരെ തൻ്റെ മുറിയിലേക്ക് ചെന്നു. മുറിക്കുള്ളിലേക്ക് കടന്നതും നിദ്രയുടെ ഓർമ്മകൾ അവനെ വന്ന് പൊതിഞ്ഞു. 2 ദിവസം അവളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്ന ഓരോ നിമിഷവും മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. അവളുടെ ചിരിയും കളിയും സ്നേഹം നിറഞ്ഞ നോട്ടങ്ങളും കുറുമ്പ് കലർന്ന വാക്കുകളും ആ മുറിയിലെ ഓരോ കോണിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. എത്രയും പെട്ടെന്ന് അവളെ കാണണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഈ 2 ദിവസത്തെ വിരഹത്തിൻ്റെ വേദന മുഴുവൻ തൻ്റെ സ്നേഹത്തിൽ ലയിപ്പിക്കണം. ആ ചിന്ത മാത്രം അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിയിച്ചു. അവൻ ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. ഫ്രഷായി വസ്ത്രം മാറിയ ശേഷം അടുക്കളയിൽ ചെന്നൊരു ചൂടൻ കാപ്പി ഉണ്ടാക്കി സിറ്റ് ഔട്ടിലേക്ക് എത്തി. അവിടെയുള്ള കസേരയിലിരുന്ന് കാപ്പിക്കപ്പ് മേശപ്പുറത്ത് വെച്ച ശേഷം ഫോൺ എടുത്തു. നിദ്രയെ വിളിക്കാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. ക്ലാസ് കഴിഞ്ഞാൽ ഓഫീസിലേക്കൊന്നും പോവണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി, പപ്പയോട് ഞാൻ പറഞ്ഞോളാം, അങ്ങനെ പറയണമെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. പക്ഷേ കോൾ ചെയ്യാനൊരുങ്ങിയ അതേ നിമിഷം ഫോണിൻ്റെ സ്ക്രീനിൽ അജുവിൻ്റെ പേര് തെളിഞ്ഞു. ഷോൺ ഉടനെ കോൾ അറ്റൻഡ് ചെയ്തു. എടാ ഷോൺ, എനിക്ക് നേരിൽ നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കണം, അത്യാവശ്യമാണ്. അജുവിൻ്റെ സംസാരത്തിലെ ഗൗരവം ഷോണിനെ ചെറുതായി അസ്വസ്ഥനാക്കി. എന്നാ വീട്ടിലേക്ക് വാ, ഞാൻ ഇവിടെയുണ്ട്. കോൾ അവസാനിപ്പിച്ച ശേഷം നിദ്രയെ വിളിക്കാമെന്ന് കരുതിയെങ്കിലും അജു വരാനിരിക്കുന്നതിനാൽ ആ വിളി തൽക്കാലം മാറ്റിവെച്ചു. ഏകദേശം 15 മിനിറ്റിനകം അജു വീട്ടിലെത്തി. വന്നയുടനെ പതിവ് പോലെ കുറച്ചു നേരം സാധാരണ കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും അവൻ്റെ മുഖത്തെ ഗൗരവം ഒട്ടും മാറിയിരുന്നില്ല. ഒടുവിൽ അവൻ സാറയുടെ കാര്യത്തിലേക്ക് കടന്നു. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്കിടയിൽ നടന്ന ഓരോ സംഭവങ്ങളും അജു വെളിപ്പെടുത്തി. സാറ റോണിയുടെ വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങൾ മുതൽ സാറയ്ക്കെതിരെ ചുമത്തപ്പെട്ട മോഷണക്കുറ്റം, അവരനുഭവിച്ച അപമാനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, നിദ്ര നടത്തിയ ഇടപെടലുകൾ, പിന്നീട് നിദ്ര റോണിയുടെ വീട്ടിൽ ചെന്നത്, ഒന്നും മറച്ചു വെക്കാതെ അജു ഷോണിനോട് പറഞ്ഞു. അജു പറയുന്ന ഓരോ വാക്കും ഷോൺ നിശബ്ദനായി കേട്ടിരുന്നു. സംസാരത്തിനിടയിൽ അവൻ്റെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. കണ്ണുകളിൽ വേദന നിഴലിച്ചു. എല്ലാം കേട്ടു തീർന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു. സ്വന്തം മമ്മി ഇത്രയും വലിയ വേദനയിലൂടെ കടന്നു പോയിട്ടും ഒരു മകനെന്ന നിലയിൽ അവരുടെ കൂടെ നിൽക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന കുറ്റബോധം അവൻ്റെ ഹൃദയത്തെ നിശബ്ദമായി കീറി മുറിക്കുകയായിരുന്നു. കുറച്ചുനേരം ഷോണിനൊപ്പം ചിലവഴിച്ച് അജു അവിടുന്ന് മടങ്ങി. ഷോൺ പെട്ടെന്ന് ഡ്രസ്സ് മാറി ഡാനിയലിൻ്റെ ഓഫീസിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ ഷോൺ ഡാനിയലിനെ കണ്ട് കാര്യങ്ങളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി. എല്ലാം കേട്ടുനിന്ന ഡാനിയലിൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. ഒരു നിമിഷം പോലും സംസാരിക്കാൻ കഴിയാതെ അദ്ദേഹം കസേരയിലേക്ക് ചാരിയിരുന്നു. കണ്ണുകൾ പതിയെ അടച്ചുകൊണ്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നിട്ടും ആരും എന്നെ അറിയിച്ചില്ലല്ലോ ഷോൺ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ സങ്കടവും നിരാശയും ഒരുപോലെ നിറഞ്ഞിരുന്നു. ഷോൺ പതിയെ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നു. പപ്പ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല. ഞാൻ കോൺഫറൻസിലായിരുന്നതുകൊണ്ട് എൻ്റെ ഫോൺ പലപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. നിദ്രയും അജുവും എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാവും ഒന്നും പറയാതിരുന്നത്. ഡാനിയൽ നിശബ്ദമായി തലകുനിച്ചു. അവൾ റോണിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ ഇത്രയും നാൾ കരുതിയത്. പക്ഷേ ഇത്രയൊക്കെ അനുഭവിച്ചു എന്ന് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ നീറുകയാണ്. എന്തൊക്കെയാണെങ്കിലും എൻ്റെ മക്കളുടെ മമ്മയാണവൾ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ നെഞ്ചിൽ കൈവച്ച അദ്ദേഹം ഒരു നിമിഷം മൗനമായിരുന്നു. ഷോൺ പതിയെ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചു. പപ്പ, നമുക്ക് മമ്മിയെ കാണാൻ പോവണ്ടേ? ഷോണിൻ്റെ ചോദ്യം കേട്ടതും ഡാനിയൽ ഒന്ന് അമർത്തി മൂളുക മാത്രമാണ് ചെയ്തത്. മനസ്സിൽ 1000 ചിന്തകൾ അലയടിച്ചിരുന്നുവെങ്കിലും ആ നിമിഷം അതിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനിടയിൽ ഒഴിവാക്കാനാകാത്ത ചില ബിസിനസ് ക്ലയൻറ്റുകൾ അദ്ദേഹത്തെ കാണാനെത്തി. അത്യാവശ്യമായ ചർച്ചകളായിരുന്നതിനാൽ അവരോടൊപ്പം ഏകദേശം 2 മണിക്കൂറോളം ചെലവഴിക്കേണ്ടി വന്നു. മനസ്സ് മുഴുവൻ സാറയിലായിരുന്നുവെങ്കിലും സാഹചര്യത്തിൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ഡാനിയൽ നിസ്സഹായനായിരുന്നു. അവസാനം എല്ലാ തിരക്കുകളും അവസാനിപ്പിച്ചപ്പോൾ ഷോണിനെയും കൂട്ടി അദ്ദേഹം നിദ്രയുടെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും സമയം 7 മണിയോട് അടുത്തിരുന്നു. ഇതേ സമയം നിദ്രയുടെ മുറിയിൽ മാധവിക്കൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു സാറ. അവിടെ എത്തിയ നിമിഷം മുതൽ മാധവി തന്നോട് കാണിച്ച സ്നേഹവും കരുതലും ആത്മാർത്ഥമായ പരിഗണനയും
സാറയുടെ മുറിവേറ്റ മനസ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു. ആദ്യം വീട്ടിലേക്ക് കയറുമ്പോൾ അവരുടെ മുഖത്ത് നേരിയ അപരിചിതത്വവും അസ്വസ്ഥതയും പ്രകടമായിരുന്നുവെങ്കിലും മണിക്കൂറുകൾ കടന്നു പോകുന്തോറും ആ വികാരങ്ങൾ പതിയെ അലിഞ്ഞുപോയി. പകരം ആ വീടും അവിടെയുള്ള ഓരോരുത്തരും സ്നേഹവും കരുതലും അവരുടെ ഹൃദയത്തിൽ ഒരു സമാധാനവും സുരക്ഷിതത്വവും നിറച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിൽ എത്തിയതുപോലെയുള്ള ഒരു ശാന്തതയും സമാധാനവും സാറയുടെ മനസ്സിൽ പതിയെ വിരിയുകയായിരുന്നു. ജനനിയും നിദ്രയും വരാന്തയിലിരുന്ന് ഓരോ കഥകൾ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. തൊട്ടരികിൽ ജനനിയുടെ മടിയിൽ തലവച്ച് കിടന്ന് നിഖിൽ ഫോണിൽ നോക്കുന്നുണ്ട്. ആ നേരത്താണ് ഷോണിൻ്റെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നതും അതിൽ നിന്നും ഷോണും ഡാനിയലും ഇറങ്ങുന്നതും. അവരെ കണ്ടത് മൂവരും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. നിദ്രയുടെ കണ്ണുകൾ ആദ്യം തേടിയത് ഷോണിനെ ആയിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഡാനിയൽ നിദ്രയെ ഒന്ന് ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിലൊന്ന് തഴുകി. അയാളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായ നിദ്ര അയാളെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു നിമിഷം സാറയും മാധവിയും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ഡാനിയലിനെ കണ്ട് മാധവി അയാൾക്കൊരു പുഞ്ചിരി കൈമാറി മുറി വിട്ടിറങ്ങി. ഇതേ സമയം മുറിയിലേക്ക് കയറാനൊരുങ്ങിയ ഷോണിൻ്റെ കയ്യിൽ നിദ്രയുടെ പിടി വീണു. ഇയാളിതെങ്ങോട്ടാ? നിദ്ര ചോദിച്ചു. എനിക്കെൻ്റെ മമ്മിയെ കാണണ്ടേ? ഷോൺ മറുപടി പറഞ്ഞു. വേണ്ട, ഇപ്പം കാണണ്ട. അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഒരുപാട് നാളത്തെ പിണക്കവും പരിഭവവും പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിനിടയിൽ ഇയാൾ എന്തിനാ കട്ടുറുമ്പാവുന്നേ? ശരി, ഞാൻ കട്ടുറുമ്പാവുന്നില്ല. ഒരുപാട് നാളത്തൊന്നും ഇല്ലെങ്കിലും 2 ദിവസത്തെ ചില കാര്യങ്ങൾ എനിക്കും എൻ്റെ ഭാര്യയോട് പറയാനുണ്ട്. ആദ്യം അത് പറഞ്ഞു തീർത്തേക്കാം. അത് പറഞ്ഞുകൊണ്ട് ഷോൺ അവളുടെ കൈ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. ചുറ്റും ഒന്ന് നോക്കി. കുറച്ച് സ്വകാര്യത ലഭിക്കുന്ന ഒരിടം തേടി അവൻ്റെ കണ്ണുകൾ ഒടുവിൽ തുറന്നു കിടന്ന ഒരു മുറിയിൽ പതിഞ്ഞു. ഒന്നും പറയാതെ അവൻ നിദ്രയുടെ കൈയും പിടിച്ച് അങ്ങോട്ട് നടന്നു. മുറിക്കുള്ളിലേക്ക് കയറിയതും നിദ്ര പതിയെ ചോദിച്ചു, ഇച്ചായ, ഇത് നിഖിലേട്ടൻ്റെ മുറിയാ? അതിനെന്താ, നമ്മളിവിടെ ഇരുന്ന് കുറച്ച് സംസാരിക്കുന്നല്ലേ, വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതൊക്കെ വീട്ടിൽ പോയിട്ട്, ഷോൺ കള്ളച്ചിരിയോടെ പറഞ്ഞു. നിദ്ര കൃത്രിമ ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ്റെ കൈ കിടക്കുന്ന വാച്ച് കണ്ടതും അവളുടെ മുഖം വിടർന്നു. ഇന്നലെ ആയിരുന്നു അവൻ്റെ പിറന്നാൾ ദിവസം അവൻ തൻ്റെ കൂടെയില്ല എന്ന് കണ്ടപ്പോൾ അവൾക്ക് ആദ്യം വിഷമം തോന്നിയിരുന്നു. യാത്ര പോകുന്നതിന് വേണ്ടി അവൻ്റെ ഡ്രസ്സൊക്കെയും മടക്കി വെക്കുന്ന കൂട്ടത്തിൽ അവൾ ആ വാച്ചടങ്ങുന്ന കുഞ്ഞ് ഗിഫ്റ്റ് ബോക്സ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. കൂടെ ഒരു ലെറ്ററും അതിൽ നിറയെ ഉമ്മയും. നിദ്രയുടെ നോട്ടവും മുഖത്തെ പുഞ്ചിരിയും കണ്ട് ഷോൺ ആ വാച്ചിൽ തൻ്റെ ചുണ്ട് ചേർത്തു. അവളുടെ പുഞ്ചിരി ഒന്നുകൂടെ ആഴമേറി. വാതിൽ പൂർണ്ണമായി അടക്കാതെ പതിയെ ചാരി വെച്ച് അവൻ മുറിയിലെ സോഫയിലേക്കിരുന്നു. അടുത്ത നിമിഷം നിദ്രയെ സ്നേഹത്തോടെ തൻ്റെ മടിയിലേക്ക് ചേർത്തിരുത്തി. അവൾ ചെറുതായി നാണിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയെങ്കിലും പതിയെ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഷോണും ഒരു വാക്ക് പോലും പറയാതെ അവളുടെ മിഴികളിൽ തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ ഒതുക്കി വെച്ചു. ഷോണിൻ്റെ കൈകൾ പതിയെ നിദ്രയുടെ അരയെ ചുറ്റിപ്പിടിച്ചു. അവളെ നെഞ്ചോട് കൂടുതൽ ചേർത്തപ്പോൾ 2 ദിവസത്തെ അകലം ഒരൊറ്റ നിമിഷത്തിൽ ഇല്ലാതാകുന്നത് പോലെ ഇരുവർക്കും തോന്നി. നിദ്ര പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഇച്ചായ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഷോൺ ചെറുതായി പുഞ്ചിരിച്ചു. 2 ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷേ എനിക്കത് 2 വർഷം പോലെ തോന്നി. അവൻ്റെ ശബ്ദത്തിലെ സ്നേഹവും വിരഹവും കേട്ടപ്പോൾ നിദ്രയുടെ കണ്ണുകൾ ചെറുതായി ഈറനണിഞ്ഞു. കോൺഫറൻസിൽ പോയ ആളല്ലേ, അവിടെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ. എൻജോയോ? ഷോൺ അവളുടെ നെറ്റിയിൽ സാവധാനം ഒന്ന് മുട്ടിച്ചു. ഓരോ സെഷനും കഴിയുമ്പോൾ ഞാൻ ഫോണെടുത്ത് നിന്റെ ഫോട്ടോ നോക്കുമായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നാലും നിന്റെ ഓർമ്മ, രാവിലെ എഴുന്നേറ്റാലും ആദ്യം മനസ്സിലേക്ക് വന്നത് നീ. നിദ്രയുടെ ചുണ്ടിൽ ഒരു നാണപ്പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ? അവൾ ചോദിച്ചു. അടുത്ത തവണ ഉറപ്പായിട്ടും കൊണ്ടുപോകും. അത് പറഞ്ഞുകൊണ്ട് ഷോൺ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു മുത്തം നൽകി. ഒരു നിമിഷം നിദ്ര കണ്ണുകളടച്ച് ആ സ്നേഹം ആസ്വദിച്ചു. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. താങ്ക്സ്, അവളുടെ മുടിക്ക് മീതെ ചുംബിച്ചുകൊണ്ട് ഷോൺ പറഞ്ഞു. എന്തിനാ? നിദ്ര അതുപോലെ കിടന്നുകൊണ്ട് ചോദിച്ചു. എന്തിനാണെന്നോ? എൻ്റെ മമ്മിയെ തിരിച്ചു തന്നതിന്. നിന്റെ പെർഫോമൻസൊക്കെയും അജു പറഞ്ഞായിരുന്നു. നീ റോണിയുടെ വീട്ടിൽ പോയി റോണിക്കിട്ട് പൊട്ടിച്ചത് പറഞ്ഞു. നന്നായി, ബാക്കിയുള്ളതേ അവന് ഞാൻ കൊടുത്തോളാം.
അത് പറയുമ്പോൾ ഷോണിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ശരിക്കും നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് നിത്തു. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എവിടെയൊക്കെ ഉമ്മ വെക്കാൻ തോന്നുന്നുണ്ട്. അത് പറഞ്ഞ് ഷോൺ അവളുടെ കഴുത്തിൻ്റെ അങ്ങിങ്ങായി ചുംബിച്ചതും അവൾ ഇക്കിളിയോടെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അവൻ നിർത്തുന്ന മട്ടില്ല എന്ന് കണ്ടതും ഒടുവിൽ അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ തൻ്റെ വിരൽ വെച്ച് തടഞ്ഞു. ഇത് നമ്മുടെ ബെഡ്റൂമല്ല, അത് മറക്കണ്ട. ചൂണ്ട് വിരൽ കൊണ്ട് അവൻ്റെ ചുണ്ടിൽ പതിയെ തഴുകിക്കൊണ്ട് അവൾ പറയവേ അവൻ ആ വിരലിൽ പിടുത്തമിട്ടു. അവളുടെ വിരലിൽ മുത്തമിട്ട ശേഷം ഷോൺ പുഞ്ചിരിയോടെ അവളെ നോക്കി. ശരി, മാഡം പറയുന്നത് പോലെ. പക്ഷേ വീട്ടിലെത്തിയ 2 ദിവസത്തെ എല്ലാ പലിശയും കൂടി ചേർത്ത് ഞാൻ വാങ്ങിക്കും. എപ്പോഴും ഇത് തന്നെയാണല്ലോ വിചാരം. നിദ്ര നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ ഒരു ചെറു കുത്തു കൊടുത്തു. വീണ്ടും ഇരുവരും കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ അതരങ്ങളിൽ മാത്രം ഒതുങ്ങി. പതിയെ അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടടിപ്പിച്ചു. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ നിദ്ര ഒന്ന് വിറച്ചു. നാണത്തോടെ അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. ഇരുവരുടെയും നിശ്വാസങ്ങൾ തമ്മിൽ ഒന്നായി. ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ നൂലിഴ വ്യത്യാസം മാത്രം ബാക്കിയുള്ള ആ നിമിഷം. പാതി മാത്രം ചാരിയിരുന്ന ആ ഡോർ മെല്ലെ തുറന്ന് ജനനി അകത്തേക്ക് കയറി വരുന്നത്. അയ്യോ സോറി സോറി. കണ്ട കാഴ്ച അവൾ 2 കൈ കൊണ്ട് കണ്ണു പൊത്തിയെങ്കിലും വിരലുകൾക്കിടയിലൂടെ ഒരു കുസൃതി നോട്ടം വിടാൻ മറന്നില്ല. ജനനിയുടെ ശബ്ദം കേട്ടതും നിദ്ര ഞെട്ടിപ്പോയി. അവൾ വേഗം ഷോണിൽ നിന്ന് ഒരല്പം മാറി നിന്നു. നാണം കൊണ്ട് കവിളികൾ ചുവന്നിരുന്നു. തല താഴ്ത്തി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഷോണിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. സോറി, ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ സംസാരിച്ചോ എന്നും പറഞ്ഞ് ജനനി ഡോർ മുഴുവനായി അടച്ച് ധൃതിയിൽ മുറി വിട്ടിറങ്ങി. ജനനി പോയത് നിദ്ര ഷോണിനെ കൂർപ്പിച്ചു നോക്കി. കഷ്ടമുണ്ട് ഈ ചായ, അവൾ ഇനി എന്നെ കളിയാക്കും. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ നിദ്രയെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അവളുടെ ചുണ്ടുകൾ തൻ്റേതുമായി ബന്ധിച്ചു. നിദ്രയുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിലേക്ക് നൂണ്ടു കയറി. ഇതേ സമയം ജനനി നേരെ ചെന്നത് മുൻവശത്തെ വരാന്തയിലേക്കാണ്. നിഖിൽ അവിടെ ആരുമായോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ജനനി അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. ഫോൺ സംഭാഷണത്തിനിടയിൽ നിഖിൽ തല ചലിച്ചു അവളെ ഒന്ന് നോക്കി ഇടത് കൈയാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഫോൺ സംസാരമൊക്കെയും കഴിഞ്ഞ് നിഖിൽ ജനനിക്ക് നേരെ തിരിഞ്ഞു. ജാനി, നീങ്ങ് വന്നേ, എനിക്ക് ഒരു ഷർട്ട് എടുത്ത് തന്നേ, എനിക്ക് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം, അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും പറഞ്ഞ് അകത്തേക്ക് നടക്കാനിറങ്ങിയ നിഖിലിൻ്റെ കയ്യിൽ ജനനി പിടുത്തമിട്ടു. നിഖിലേട്ടാ, ഇപ്പം അങ്ങോട്ട് പോകണ്ട. അതെന്താ? അവിടെ നിത്തുവും ഡോക്ടറും ഉണ്ട്, അവരിരുന്നോട്ടെ, ഞാനൊരു ഷർട്ട് എടുത്തിട്ട് വരാം. നീ വരണ്ട, ഞാൻ പോയിക്കോളാം. അയ്യോ വേണ്ട, ഇപ്പം അങ്ങോട്ട് പോകണ്ട, പോയാൽ ശരിയാവില്ല. എന്താ ജനനി നീ പറയുന്നത്? നിഖിലേട്ട, അത് പിന്നെ അവിടെ ഇപ്പോൾ ഇത് നടക്കുക. അതും പറഞ്ഞവൾ ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അന്നേരം നിഖിലിൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കവിളിൽ ഉമ്മ വെച്ച് കഴിഞ്ഞു കാണില്ലേ, ഇനി പോയാൽ എന്താ? നിഖിൽ കുറുമ്പോടെ ചോദിച്ചു. കവിളിലല്ല, ജനനി പതിയെ പറഞ്ഞു. പിന്നെ പിന്നെ എവിടെയാ, ഒന്ന് തന്നു കാണിച്ചേ. നിഖിൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് ഞാൻ തരില്ല. എന്നാ ഞാൻ തരാം, ശരിയാണോന്ന് നീ പറഞ്ഞാൽ മതി. നിഖിൽ മീശ പിരിച്ചു വെച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൾ നിഖിലിൻ്റെ കവിളിൽ ഒരു കടി വെച്ച് കൊടുത്ത് അകത്തേക്ക് ഓടി. ഇതേ സമയം ഡാനിയലിൻ്റെ മുന്നിൽ സാറയും തൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചു. ഏറെ നേരെ ഇരുവരും സംസാരിച്ചു, പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഷോണിൻ്റെ ഉമ്മിക്കലൊക്കെ കഴിഞ്ഞ് അവനും തൻ്റെ മമ്മിയുടെ മുന്നിൽ ചെന്ന് മമ്മിയെ ചേർത്ത് പിടിച്ചു. മമ്മിയും മോനും തമ്മിലുള്ള സംസാരവും കുറച്ചു നേരം നീണ്ടു നിന്നു. എല്ലാ പിണക്കങ്ങളും മറന്ന് എല്ലാവരും ഒന്നായി. അപ്പോഴേക്കും നിഖിൽ ഭക്ഷണവുമായി എത്തി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഏറെ സ്നേഹത്തോടെ ഭക്ഷണം കഴിച്ചു. പിന്നീട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഡാനിയലും ഷോണും സാറയും നിദ്രയും പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങി. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷോണിൻ്റെ ഫോൺ റിംഗ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ സുഹൃത്തിൻ്റെ പേര് കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആ പറയടാ. മറുവശത്ത് നിന്ന് കേട്ട വാർത്ത ഓരോ നിമിഷവും ഷോണിൻ്റെ മുഖത്തെ ഭാവങ്ങൾ മാറ്റിമറിച്ചു. ആദ്യം സംശയം, പിന്നെ ഞെട്ടൽ, ഒടുവിൽ വേദന. സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്ന കൈകൾ പോലും ഒരു നിമിഷം വിറച്ചു. അവൻ പതുക്കെ കാർ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി.
കാറിനുള്ളിൽ ഇരുന്നിരുന്ന ഡാനിയലും നിദ്രയും സാറയും അവൻ്റെ മുഖത്തേക്ക് ആശങ്കയോടെ നോക്കി. എന്താ ഷോൺ, എന്തു പറ്റി? ഡാനിയൽ പതിയെ ചോദിച്ചു. എന്നാൽ ഷോൺ മറുപടി പറയാതെ ഫോണിലെ സംഭാഷണം തുടർന്നു. ശരി, ഞങ്ങൾ എത്താം. ആദ്യം പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചതും കാറിനുള്ളിൽ ഒരു നിശബ്ദത പടർന്നു. ഷോൺ, എന്താ കാര്യം? ഡാനിയൽ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഷോൺ ഒരു ദീർഘനിശ്വാസം വിട്ടു. പപ്പ, അത് പിന്നെ ലിയ. ഒരു നിമിഷം വാക്കുകൾ പോലും പുറത്തു വന്നില്ല. ലിയയുടെ വയറ്റിൽ കിടന്നിരുന്ന ആ കുഞ്ഞു മരിച്ചു. ആ വാക്കുകൾ കേട്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടി. എന്താ? സാറയുടെ ചുണ്ടുകളിൽ നിന്ന് അറിയാതെ പുറത്തു വന്നു. ഉച്ചയോടെ അവൾ എവിടെയോ വീണ് ഗുരുതരമായി പരിക്കേറ്റത്രേ. ഉടനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടേഴ്സ് ഒരുപാട് ശ്രമിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. ഷോണിൻ്റെ ശബ്ദം പതിയെ ഇടറി. ഇപ്പോൾ അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. കാറിനുള്ളിൽ വീണ്ടും നിശബ്ദത. നിദ്രക്കത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അറിയാതെ കണ്ണു നിറഞ്ഞു. ഇച്ചായ, എന്താ ശരിക്കും സംഭവിച്ചത്? ലിനി എന്തോ പിടിച്ചു തള്ളിയതാണെന്ന് എൻ്റെ സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത്. അത്ര മാത്രമേ അവൻ അറിയുള്ളൂ. അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് പോവില്ല പപ്പ. ഡാനിയൽ ഒന്ന് അമർത്തി മൂളി സീറ്റിലേക്ക് ചാരിയിരുന്നു. ഷോൺ വണ്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് അവരൊക്കെ ഇറങ്ങി മുന്നോട്ട് നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ എല്ലാം തകർന്നവനെ പോലെ നിൽക്കുന്ന റോണിയിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നീണ്ടു. ഡെയ്സിയും ജേക്കബും മറ്റൊരു ഭാഗത്ത് തളർന്നിരിപ്പുണ്ട്. എല്ലാവരും പരസ്പരം നോക്കിയതല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ടിയില്ല. ഡാനിയൽ റോണി ഒന്ന് നോക്കിയത് പോലുമില്ല. അയാൾ ഒരു ചെയറിൽ വന്നിരുന്നു. എന്തോ ആ നിമിഷം റോണിയോട് ദേഷ്യം കാണിക്കാൻ ഷോണിന് തോന്നിയില്ല. ഷോൺ റോണിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നിദ്രയും അവൻ്റെ അരികിൽ ചെന്നു. ഇച്ചായ, എൻ്റെ കുഞ്ഞ്. റോണി വിതുമ്പിക്കൊണ്ട് വിളിച്ചു. ഇനി ലിയക്കൊരിക്കലും അമ്മയാവാൻ പറ്റില്ലെന്ന്. വീഴ്ചയിൽ യൂട്രസിന് സാരമായ പരിക്ക് പറ്റിയെന്ന്. ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? റോണിയുടെ വാക്കുകൾ ഷോണിനെ വിഷമത്തിലാഴ്ത്തി. അന്നേരം ഷോൺ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ തുറന്ന് ഒരു നഴ്സ് പുറത്തു വന്നു. നഴ്സിൻ്റെ കൈകളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ശരീരം കണ്ട നിമിഷം സമയം പോലും നിശ്ചലമായതുപോലെ തോന്നി. 7 മാസം അമ്മയുടെ ഉദരത്തിൽ വളർന്ന ആ കുഞ്ഞിപ്പോൾ ഒരു ചലനവുമില്ലാതെ നിശബ്ദമായി കിടക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടതും റോണിയുടെ കാലുകൾ തളർന്നു. അവൻ വിറച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. എൻ്റെ കുഞ്ഞ്, ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വിറയുന്ന കൈകളാൽ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഒരു നിമിഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണുനീർ കുഞ്ഞിൻ്റെ നെറ്റിയിലേക്ക് ഇറ്റുവീണു. ഷോൺ കണ്ണുകൾ മുറുക്കിയടച്ചു. ഹൃദയം ആരോ കുത്തി പിളർക്കുന്നത് പോലെ തോന്നി. റോണിയോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും ആ നിമിഷം എവിടെയോ അലിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ കുഞ്ഞിനെയും ഭാര്യയുടെ മാതൃത്വം എന്ന സ്വപ്നത്തെയും ഒരേ സമയം നഷ്ടപ്പെട്ട ഒരു ഭർത്താവായിരുന്നു. റോണിയുടെ തോളിൽ കൈവച്ച് ഷോൺ പതിയെ പറഞ്ഞു, റോണി, ധൈര്യം കൈവിടരുത്. അടുത്ത നിമിഷം ഡോക്ടർ പതുക്കെ പുറത്തേക്ക് വന്നു. എല്ലാവരും പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. ഷോണിനെ കണ്ടതും ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു. ഷോൺ ലിയയുടെ കാര്യം തിരക്കി. പേഷ്യൻ്റ് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരീരത്തിന് നല്ല ക്ഷതമുണ്ട്. കുറച്ച് മണിക്കൂറുകൾ നിരീക്ഷണത്തിൽ വയ്ക്കും. ഇപ്പോൾ ആർക്കും കാണാൻ കഴിയില്ല. മാനസികമായി വലിയൊരു ആഘാതമാണ് ആ കുട്ടിക്ക് സംഭവിച്ചത്. അവൾ ബോധം വീണ്ടെടുക്കുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം. അതും പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് നടന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് റോണി തളർച്ചയോടെ ചുവരിലേക്ക് ചാരി നിന്നു. ആ ചെറിയ മുഖത്തേക്ക് അവൻ വീണ്ടും വീണ്ടും നോക്കി. ആ കാഴ്ച ഓരോരുത്തരുടെയും ഹൃദയം കീറിമുറിച്ചു. നിദ്രയ്ക്ക് ആ കാഴ്ച സഹിക്കാനായില്ല. അവൾ മുഖം തിരിച്ച് ഷോണിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അറിയാതെ അവളുടെ കൈ ഷോണിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഷോൺ പതിയെ അവളുടെ തോളിൽ കൈവച്ച് ചേർത്ത് പിടിച്ചു. സ്വന്തം കണ്ണുകളും നിറഞ്ഞിരുന്നുവെങ്കിലും അവൻ തളരാൻ പാടില്ലെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 1.5 വർഷം ആരും അറിയാതെ പെട്ടെന്ന് കടന്നുപോയി. ആ കാലയളവിനുള്ളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നിദ്ര തൻ്റെ MBA പഠനം വിജയകരമായി പൂർത്തിയാക്കി. ഇപ്പോൾ റിസൾട്ടിനായി പ്രതീക്ഷയോടെയും ചെറിയൊരു ആകാംക്ഷയോടെയും കാത്തിരിക്കുകയാണ് അവൾ. പഠനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവൾക്ക് താങ്ങും തണലുമായി പ്രചോദനമായും കരുത്തായി നിന്നത് ഷോൺ തന്നെയായിരുന്നു. അവളുടെ ഓരോ വിജയത്തിലും സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന ഒരാളായി അവൻ എന്നും അവൾക്കൊപ്പമുണ്ടായിരുന്നു.
അതേസമയം വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഷോൺ യാഥാർത്ഥ്യമാക്കി. സ്വന്തമായി ഒരു അത്യാധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നവൻ ഒരു മികച്ച ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു കഴിവുറ്റ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവരുടെയും പ്രശംസ അവൻ നേടിയെടുത്തു. എന്നാൽ എത്ര തിരക്കുകൾക്കിടയിലും നിദ്രയ്ക്ക് വേണ്ട സമയം കണ്ടെത്താൻ ഷോൺ ഒരിക്കലും മറന്നില്ല. ജോലി എത്ര പ്രധാനമായിരുന്നാലും അവൾക്കായി മാറ്റിവെക്കുന്ന ആ കുറച്ചു നിമിഷങ്ങളായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവരുടെ സ്നേഹവും വിശ്വാസവും പരസ്പരമുള്ള കരുതലും കൂടുതൽ ആഴമേറിയതായിരുന്നു. ഡാനിയലും സാറയും മകൻ്റെയും മരുമകളുടെയും നേട്ടം കണ്ട് അതിയായ അഭിമാനത്തിലായിരുന്നു. നിദ്ര സാറയ്ക്കൊരു മരുമകൾ മാത്രമായിരുന്നില്ല, സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. കാലം കടന്നു പോകുന്തോറും അമ്മയും മകളും തമ്മിലുള്ള മനോഹരമായ ഒരു ആത്മബന്ധം ഇരുവർക്കിടയിൽ വളർന്നു വന്നു. ജനനിയുടെയും നിഖിലിൻ്റെയും ജീവിതവും സന്തോഷപൂർണ്ണമായി മുന്നോട്ട് പോയി. അവരുടെ ഇടയിലേക്ക് ഒരു ആൺകുഞ്ഞു കൂടി എത്തിയതോടെ ആ വീട്ടിൽ സന്തോഷം ഇരട്ടിയായി. അബിയും സനീഷും ഒടുവിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ഒന്നായി. നിധിയും തൻ്റെ ഡിഗ്രി 2ാം വർഷം വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ നിദ്രയോടുള്ള കുശുമ്പും മത്സരബോധവും അവളുടെ മനസ്സിൽ ഇന്നും അതേപടി നിലനിന്നിരുന്നു. റോണിയും ലേയും ഇന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ ഓർമ്മയും ആ വേദനയും അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും മായാതെ അവശേഷിച്ചിരുന്നു. തങ്ങൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കിയവർ സാറയുടെയും ഡാനിയലിൻ്റെയും മുന്നിൽ കണ്ണീരോടെ മാപ്പ് ചോദിച്ചു. മനസ്സിലുണ്ടായിരുന്ന എല്ലാ അഹങ്കാരവും അന്ന് അവരുടെ കണ്ണുനീരിൽ അലിഞ്ഞു പോയിരുന്നു. എന്നാൽ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തതും അവളുടെ മാതൃത്വം പോലും ഇല്ലാതാക്കിയതുമായ ലിനിയുടെ ജീവിതം വിധി മറ്റൊരു വഴിയിലേക്കാണ് കൊണ്ടുപോയത്. മാനസിക ആഘാതത്തിൽ തളർന്ന അവൾ ഒരു ദിവസം നിയന്ത്രണം നഷ്ടപ്പെട്ട നിലയിൽ കാർ ഓടിച്ചു പോകുന്നതിനിടെ എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലിനിക്ക് ഒരു കാൽ നഷ്ടമായി. മാസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവൾ ചെയ്ത പാപങ്ങളുടെ ഭാരം പേറി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് എത്തിയത്. പുറത്തു മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു. ജനൽ ചില്ലുകളിൽ പതിയുന്ന മഴത്തുള്ളികൾ മധുര സംഗീതം തീർക്കുമ്പോൾ ആ രാത്രിയിൽ ഷോണും നിദ്രയും അവരുടെ പ്രണയലോകത്തിൽ മാത്രം ഒഴുകിയിരുന്നു. വാക്കുകളേക്കാൾ ഹൃദയങ്ങൾ സംസാരിച്ച നിമിഷങ്ങൾ, പ്രണയം കൊണ്ട് ഇരുവരും ആത്മാവുകൾ കൈമാറിയ ആ അപൂർവ രാത്രി. നാളുകളായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു കുഞ്ഞ് എന്ന നിദ്രയുടെ ഏറ്റവും വലിയ സ്വപ്നത്തിന് ആ രാത്രി ജീവൻ ലഭിച്ചു. ഷോണിൻ്റെ അതിരില്ലാത്ത സ്നേഹവും പ്രണയവും വിശ്വാസവും നിറഞ്ഞ ആ മനോഹര നിമിഷത്തിൽ അവരൊരുമിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിന് സാക്ഷികളായി. അവരുടെ പ്രണയത്തിൻ്റെ പൂർണ്ണതയായി അവനിലെ ജീവൻ്റെ വിത്ത് നിദ്രയുടെ ഗർഭപാത്രത്തിൽ പുതിയൊരു ജീവൻ്റെ തുടക്കമായി നിക്ഷേപിക്കപ്പെട്ടപ്പോൾ ആകാശത്തിൻ്റെ അനന്തവിശാലതയിൽ കാലങ്ങളായി ഈ ഒരു നിമിഷത്തിനായി കാത്തിരുന്ന ആ കുഞ്ഞു നക്ഷത്രം ഒടുവിൽ തൻ്റെ കാത്തിരിപ്പിന് വിരാമമായ സന്തോഷത്തിൽ മുമ്പെങ്ങുമില്ലാത്ത തിളക്കത്തോടെ പ്രകാശിച്ചു.